ഡോക്ടർ ശ്യാംലാൽ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജി ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ചാണ്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് തലച്ചോറിലെ രക്തധമനികൾക്കുണ്ടാകുന്ന ബ്ലോക്കിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രവർത്തന തകരാറാണ്. അത് രക്തധമനികൾ പൊട്ടുന്നത് മൂലവുമാവാം, രക്തക്കുഴലുകൾ അടവുണ്ടാകുന്നതിൻ്റെ പാർട്ടായിട്ടും വരാം. അപ്പോൾ ഇതിൽ കോമണായിട്ട് ഒരു 80-90% തലച്ചോറിലെ രക്തധമനികൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്നതാണ്. അതിനെയാണ് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഇഷ്കീമിക് സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടായാൽ അതിൻ്റെ ചികിത്സയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എത്രയും പെട്ടെന്നൊരു സ്ട്രോക്ക് സെൻറ്ററിൽ പേഷ്യൻറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഈ സ്ട്രോക്ക് സെൻറ്റർ ഒരു പ്രൈമറി സ്ട്രോക്ക് സെൻറ്ററും ഉണ്ട്, അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെൻറ്ററും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു രോഗി സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗം സ്തംഭിച്ചു പോവുക, വാക്കോടിപ്പോവുക, സംസാരശേഷിയിലുണ്ടാകുന്ന തകരാറ്, കാഴ്ചശക്തിക്കുണ്ടാകുന്ന തകരാറ് എന്നീ സിംറ്റംസുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തലച്ചോറിൻ്റെ സ്കാൻ എടുക്കും, ബ്രെയിനിൻ്റെ സ്കാൻ എടുക്കും. അത് CT സ്കാൻ വിത്ത് CT ആൻജിയോ ആവാം, അല്ലെങ്കിൽ MRI സ്കാൻ വിത്ത് MR ആൻജിയോ ആവാം. നമ്മൾക്ക് എവിടെയാണ് തലച്ചോറിൽ രക്തം ക്ലോട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളതും ഏത് രക്തക്കുഴലിലാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നതെന്നും നോക്കും. ഇതനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രോഗിക്ക് ഈ സിംറ്റംസ് തുടങ്ങി 4.5 മണിക്കൂറിനകത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതെങ്കിൽ ഈ രക്തക്കട്ട അലിയിച്ച് കളയുന്നതിനുള്ള ഒരു ഇഞ്ചക്ഷൻ നമുക്ക് കയ്യിലൂടെ കൊടുത്ത് ആ ക്ലോട്ട് ബ്രെയിനിൽ അലിയിച്ച് കളയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ത്രോംബോലൈസിസ് എന്ന് പറയും. ത്രോംബോലൈസിസ് ഇപ്പം ത്രോംബോലൈസിസിനായിട്ട് പല മെഡിക്കേഷൻസ്, ആക്ടിലൈസ്, ടെനക്റ്റിപ്ലൈസ്, അങ്ങനെയുള്ള പല മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇത് നമുക്കൊരു 4.5 മണിക്കൂറിനകത്താണെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കും. ഇപ്പം 4.5 മണിക്കൂറിന് ശേഷമാണ് പേഷ്യൻസ് എത്തുന്നു, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിന് വലിയ രക്തക്കുഴലുകളിലാണ് അടവ്, അതുമല്ല നമ്മൾ ഈ രക്തക്കട്ട അലിയിച്ച് കളക്കുന്നതിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷവും സ്ട്രോക്ക് സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്തില്ല, ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കത്തീറ്റർ ഉപയോഗിച്ച്, തുടയിടുക്കിലൂടെയുള്ള ഒരു കത്തീറ്റർ ഉപയോഗിച്ച് തലച്ചോറിലെത്തി അവിടെ നമുക്ക് ആ ക്ലോട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ത്രോംബെക്ടമി. ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമി നമുക്കിപ്പോൾ കറൻ്റ്ലി 24 മണിക്കൂർ വരെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം ഇപ്പോൾ ഒരാൾക്ക് ഒരു രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വരുന്ന സ്ട്രോക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണ് ഈ സ്ട്രോക്ക് സിംറ്റംസ് തുടങ്ങിയത് എന്നറിയില്ല എന്നീ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് അഡ്വാൻസ്ഡ് ഇമേജിങ് ടെക്നിക്സ് ഉണ്ട്. ഇപ്പം CT സ്കാൻ ആയാലും MRI സ്കാൻ ആയാലും നമ്മളതിൻ്റെ കൂടെ പെർഫ്യൂഷൻ സ്കാനും കൂടെ നോക്കും. എന്നിട്ട് നമുക്ക് ഈ രക്തക്കട്ട അലിയിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എത്ര പാർട്ട് ഓഫ് ദി ബ്രെയിൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് രക്തക്കട്ട അലിയുന്നതിനുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബെക്ടമി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഒരു കാത്ത് ലാബിൻ്റെ സഹായത്തോടെ കത്തീറ്റർ ഉപയോഗിച്ചുള്ള ക്ലോട്ട് റിമൂവലോ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മുൻപ് പറഞ്ഞതുപോലെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം ബ്രെയിൻ ടിഷ്യൂ, സാൽവേജബിൾ ബ്രെയിൻ ടിഷ്യൂ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് രക്തം ഓട്ടം പുനഃസ്ഥാപിക്കുന്നതിലൂടെ സേവ് ചെയ്യാൻ പറ്റുന്ന ബ്രെയിൻ ടിഷ്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ അഡ്വാൻസ്ഡ് ഇമേജിങ് ടെക്നിക്സിലൂടെ മനസ്സിലാക്കി രക്തക്കട്ട അലിയിച്ച് കളയുന്നതിനുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ നമ്മൾ രക്തക്കട്ട റിമൂവ് ചെയ്യുന്നതിനുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമിയോ ചെയ്യും. ഇതാണിപ്പോൾ ഈ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സസിൽ ചെയ്യുന്നത്. സ്ട്രോക്ക് സെൻറ്ററിൻ്റെ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെൻറ്ററിലാണ് ഒരു പേഷ്യൻ്റ് എത്തുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും മികച്ച ചികിത്സ നമുക്ക് സ്ട്രോക്കിന് കൊടുക്കാൻ പറ്റും. ഇത് ഈ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അതായത് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. പക്ഷേ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെ ഈ 4.5 മണിക്കൂർ 6 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾക്കിപ്പം പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം എത്ര ബ്രെയിൻ ടിഷ്യൂവിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അഡ്വാൻസ്ഡ് ഇമേജിങ് ടെക്നിക്സിലൂടെ അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് സമയത്തിനോടൊപ്പം തന്നെ ആ ടിഷ്യൂവിനെ സേവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമിയോ അല്ലെ IV ത്രോംബോലൈസിസോ നമുക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ രോഗിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾക്ക് ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഒരു രോഗിക്ക് സ്ട്രോക്ക് വന്നാൽ 24 മണിക്കൂറിനകത്താണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കഴിവതും ഒരു അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെൻറ്ററിൽ എത്തിക്കുകയും
അതിന് വേണ്ട ചികിത്സ നൽകാൻ ശ്രദ്ധിക്കണം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.